Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. പലിശ കുറയ്ക്കാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. വീട് വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വീണ്ടും നിരാശ. രാജ്യത്തെ ബേസിക് പലിശ നിരക്ക് 5.25% തന്നെ നിലനിർത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനം. ഇന്നലെ ചേർന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ റിവ്യൂ മീറ്റിംഗിലാണ് നിർണായകമായ തീരുമാനം ഉണ്ടായത്. പലിശ കുറയ്ക്കണമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നിരാശ നൽകുന്ന തീരുമാനമായി ഇത്. തുടർച്ചയായ 6ാം തവണയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി പലിശ നിരക്ക് അതേപടി നിലനിർത്തുവാൻ തീരുമാനിക്കുന്നത്. 9 അംഗ കമ്മിറ്റിയിൽ 7 പേരും നിലവിൽ പലിശ നിരക്ക് അതേപടി നിലനിർത്തുന്നതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതെന്ന് നിലപാടെടുത്തു. 2 പേർ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നു. രാജ്യത്ത് പണപ്പെരുപ്പ നിരക്ക് സർവകാല റെക്കോർഡ് ഭേദിച്ച് കുതിച്ച സാഹചര്യത്തിലാണ് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുവാനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത്. 0.25% പലിശ നിരക്ക് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 5.25% എത്തിച്ചു. 16 വർഷത്തെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. പലിശ നിരക്ക് വർദ്ധിച്ചതോടെ പണപ്പെരുപ്പ നിരക്കും വിലക്കയറ്റവും കുറഞ്ഞു. നിലവിൽ രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് 3.2%. രാജ്യത്ത് വില്ലനായി വൂപ്പിംഗ് ചുമ. ഗർഭിണികൾ വാക്സിനേഷൻ എടുക്കണമെന്ന് മുന്നറിയിപ്പ്. വൂപ്പിംഗ് ചുമ ആശങ്കയായി മാറുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഗർഭിണികൾ വാക്സിനേഷൻ നേടണമെന്ന ആവശ്യം ശക്തമായി വരികയാണ്. ഇതിനകം 5 നവജാത ശിശുക്കളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ലണ്ടനിലെ ചില ഭാഗങ്ങളിൽ 0.5% ഗർഭിണികൾ മാത്രമാണ് പെർട്ടൂസിസ് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത്. 16 മുതൽ 32 വരെ ആഴ്ചയിലാണ് വാക്സിൻ എടുക്കുന്നത്. തലസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും ബർമിംഗ്ഹാമിലും വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന് മടി കാണുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഏറ്റവും വലിയ പൊട്ടിപ്പുറപ്പെടലാണ് ഈ ചുമയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 2024 ഏകദേശം 3000 കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 വർഷത്തിൽ ആകെ കണ്ടെത്തിയതിന്റെ 3 കേസുകളാണ് ഈ 5 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ലോക്ക്ഡൌണുകളാണ് ഇംഗ്ലണ്ടിൽ അസാധാരണമായ പെർട്ടുസിസ് മഹാമാരിക്ക് ഊർജം പകർന്നതെന്ന് ആരോഗ്യ മേധാവികൾ പറഞ്ഞു. 100 ദിന ചുമയെന്നാണ് ഇതിന് വിളിപ്പേര്. കോവിഡ് മഹാമാരിക്ക് ശേഷം വാക്സിനേഷനോടുണ്ടായിട്ടുള്ള വിമുഖത മൂലമാണ് ചുമയ്ക്കെതിരെ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിൽ എണ്ണം കുറയുന്നതിൽ കലാശിച്ചിരിക്കുന്നതെന്ന് വിദഗ്ധർ കുറ്റപ്പെടുത്തി. UK വൻ പ്രതിസന്ധിയിലേക്ക്. മരുന്നുക്ഷാമം രൂക്ഷമാകുന്നു. ഇംഗ്ലണ്ടിൽ മരുന്നുകളുടെ ക്ഷാമം ഗുരുതരമായ തോതിലേക്ക് ഉയർന്നതായി മുന്നറിയിപ്പ്. രോഗികൾ അപകടകരമാവുന്ന രീതിയിൽ മരണത്തിലേക്ക് കലാശിക്കാവുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ഫാർമസിസ്റ്റുകൾ നൽകുന്ന മുന്നറിയിപ്പ്. രോഗികളോട് കടം പറയേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്ന് ഫാർമസിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രിസ്ക്രിപ്ഷനിൽ ഒരു ഭാഗം മരുന്നുകൾ മാത്രമാണ് നൽകാൻ കഴിയുന്നതെന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നു. ബാക്കിയുള്ള മരുന്നിനായി പോയിട്ട് വരാനാണ് നിർദ്ദേശിക്കുക. 100 കണക്കിന് വ്യത്യസ്തമായ മരുന്നുകൾ എത്തിക്കാൻ അസാധ്യമായ നിലയാണ് ഇന്ന് ഇവിടെ ഉള്ളതെന്ന് കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട് പറഞ്ഞു. ചിലപ്പോൾ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ക്ഷാമങ്ങൾ നേരിടുമ്പോൾ ഇത് രോഗികളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നതായി ഇവർ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഭാവിയിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇനി ഉഷ്ണതരംഗ ദിനങ്ങൾ പരിഗണിച്ചായിരിക്കും. കാലാവസ്ഥാ മാറ്റം ഇന്ത്യയിലെ ഭാവി വോട്ടെടുപ്പുകളെയും പ്രചാരണ രീതികളെയും ബാധിക്കുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. ഇക്കുറി 97 കോടിയിലേറെ വോട്ടർമാർ പങ്കാളികളായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും വർഷങ്ങളിൽ ചൂടുകാലങ്ങളിൽ നടത്തുവാനുള്ള സാധ്യത കുറയുകയാണ്. കഴിഞ്ഞ ജൂണിൽ ആരംഭിച്ച എലിനോയുടെ ഫലമായ താപനം ഈ ഏപ്രിലിൽ ഇന്ത്യ മുഴുവനും തീവ്ര താപത്തിനും ഉഷ്ണതരംഗത്തിനും കാരണമായി. ഈ സമയത്ത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതും. 47 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയ ചൂട് മൂലം ആളുകൾ പുറത്തിറങ്ങുവാൻ മടിക്കുമ്പോൾ ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലെ വൈരുദ്ധ്യം രാജ്യാന്തര തലത്തിൽ ചർച്ചയാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും 4 മുതൽ 8 വരെ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന ഉഷ്ണതരംഗം ഇക്കുറി 15 ദിവസത്തിലേറെ നീണ്ടു. ഈ സാഹചര്യത്തിലാണ് ഭാവി വോട്ടെടുപ്പുകൾ വേനൽക്കാലത്തിന് മുമ്പ് നടത്തണമെന്ന നിർദ്ദേശം ഉയരുന്നത്. 2014-ലും 19-ലും ഉൾപ്പെടെ കഠിനമായ ചൂടുകാലത്താണ് ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 16-നേക്കാൾ അതിശക്തമായ സൂപ്പർ എലിനോ ഉഷ്ണപ്രഭാവമാണ് ഇന്ത്യയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നും യുഎസിലെ കാലാവസ്ഥാ ഗവേഷണ സംഘടനയായ ക്ലൈമറ്റ് സെന്റർ പുറത്തിറക്കിയ പഠനം വ്യക്തമാക്കി. ജനസംഖ്യാ വ്യതിയാനം. കേന്ദ്ര റിപ്പോർട്ട് വിവാദത്തിലായിരിക്കുകയാണ്. ലക്ഷ്യം തെരഞ്ഞെടുപ്പിലെ ധ്രുവീകരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 1950-2015 കാലയളവിലെ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ 84.68% നിന്നും 78.06% കുറഞ്ഞെന്നും മുസ്ലിം ജനസംഖ്യ 9.84% നിന്നും 14.09% വർദ്ധിച്ചെന്നും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതിപ്പോൾ വിവാദത്തിലാണ്. വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ടിലൂടെ തെരഞ്ഞെടുപ്പ്
കാലത്ത് ധ്രുവീകരണം ഉണ്ടാക്കുവാനും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ആരോപിച്ച് ശ്രദ്ധ തിരിക്കാനുമാണ് ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികൾക്കുള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനു പിന്നാലെ PMEC പുറത്തിറക്കിയ റിപ്പോർട്ട് ഭിന്നിപ്പുണ്ടാക്കാനാണെന്ന ആരോപണം ഉയരുകയാണ്. ഇത് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. വിഷ്ണുപ്രിയാവധം, ശ്യാംജിത്ത് കുറ്റക്കാരൻ, ഒന്നും പറയാനില്ലെന്ന് പ്രതി കോടതിയിൽ. പാനൂർ വലിയായിൽ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി AV മൃദുലയാണ് കേസിൽ വിധി പറയുന്നത്. തനിക്കൊന്നും പറയാനില്ലെന്ന് പ്രതി കോടതിയിൽ വ്യക്തമാക്കി. 2022 ഒക്ടോബർ 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പ്രതി ശ്യാംജിത്ത് വീട്ടിൽ കയറി വിഷ്ണുപ്രിയയെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2023 സെപ്റ്റംബർ 21-നാണ് വിചാരണ തുടങ്ങിയത്. കേസിൽ 73 സാക്ഷികളാണുള്ളത്. അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി വീട്ടിലുള്ളവരെല്ലാം പോയ സമയത്ത് വിഷ്ണുപ്രിയ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോഴായിരുന്നു അക്രമമുണ്ടായത്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനം രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞേക്കും. പുതിയ പരിശീലകനെ കണ്ടെത്തുവാനുള്ള പരസ്യമുടൻ പുറത്തിറങ്ങുമെന്ന് BCCI സെക്രട്ടറി ജയ്ഷാ സ്ഥിരീകരിച്ചു. 2021 നവംബറിൽ ടീമിനൊപ്പം ചേർന്ന ദ്രാവിഡിന്റെ കരാർ ഏകദിന ലോകകപ്പിന് ശേഷം പുതുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നിലവിൽ ജൂൺ വരെയാണ് രാഹുൽ ദ്രാവിഡിന് BCCIയുമായി കരാറുള്ളത്. 2020 ലോകകപ്പിന് ശേഷം BCCI പുതിയ പരിശീലകനെ നിയമിക്കുമെന്നാണ് കരുതുന്നത്. പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിന് വീണ്ടും അപേക്ഷ നൽകാമെന്നും എന്നാൽ നേരിട്ട് കരാർ പുതുക്കുന്നതിന് താല്പര്യമില്ലെന്നും ജയ്ഷാ പ്രതികരിച്ചു. രാഹുൽ ദ്രാവിഡിന് ജൂൺ വരെയാണ് കാലാവധിയുള്ളത്. താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. വിദേശ പരിശീലകൻ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് BCCIയുടെ ഉപദേശക സമിതിയാണ്. ഓരോ ഫോർമാറ്റുകളിലും ഓരോ പരിശീലകർ ആവശ്യമാണോ എന്ന കാര്യവും ഉപദേശക സമിതിയാണ് തീരുമാനിക്കുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.71 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.